ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈം ആണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് പേഴ്സണലി കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ടാണ് ഇന്നലെയും ഇന്നും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ പാർട്ട് 5ലേക്ക് നമുക്ക് പോകാം. നമ്മുടെ VRS എന്ന് പറയുന്ന ലേഡി ഗുജറാത്തിലെ സൂറത്തിലേക്ക് വണ്ടി കയറിയെന്ന് ഞാൻ പറഞ്ഞു. അവിടെ പോയിട്ട് ഈ ലേഡി അവിടെയുള്ള രണ്ട് സുന്ദരനും സുമുഖനുമായിട്ടുള്ള രണ്ട് പണക്കാരായ ആൾക്കാർ ചെറുക്കന്മാരെ കണ്ടുപിടിക്കുകയും അവരെ കൈയും കാലൊക്കെ കാണിച്ച് വശത്താക്കി. പിന്നെ കുറച്ച് കുത്സിതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയാം. അങ്ങനെയൊക്കെ കാണിച്ച് അവരവിടെ ഫണ്ടേഴ്സ് ആക്കി ഇറക്കി. അവിടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ ലേഡിക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് പയ്യന്മാരെ ഫണ്ടേഴ്സ് ആക്കി ഇറക്കി. അങ്ങനെ അവരവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവരുടെ എപ്പോഴത്തെ സ്വഭാവം തന്നെ കുറച്ച് ഷോ ഒക്കെ കാണിക്കണം. ബിസിനസ്സിലൊന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല, പേരിനൊരു ഷോയ്ക്ക് വേണ്ടി ഒരു ബിസിനസ് അങ്ങനെ തുടങ്ങി വെച്ച് ബിസിനസ് ഒന്നും മുന്നോട്ട് പോകുന്നില്ല, നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ ഈ ഫണ്ടേഴ്സ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇവർ എന്തുകൊണ്ട് പ്രോഫിറ്റ് കിട്ടുന്നില്ല നമുക്ക് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മുങ്ങി നടന്നു. ഫണ്ടേഴ്സിന്റെ അടുത്ത് മുങ്ങി നടന്നു. ലാസ്റ്റ് ഫണ്ടേഴ്സ് എന്ത് ചെയ്തു, കൊണ്ടുപോയി കേസ് കൊടുത്തു. ഇവരുടെ പേരിൽ ഫണ്ടേഴ്സ് കേസ് കൊടുത്തു. പിന്നെ അത് മാത്രമല്ല, അവിടെ യൂണിറ്റ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവിടെ കുറെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും ഇതുപോലെ 3-3.5 ലക്ഷം രൂപയുടെ കടവുണ്ട്. അപ്പൊ കേസ് കൊടുത്തത് വേറെ, ബാക്കിയുള്ള തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട പൈസ വേറെ, അങ്ങനെ ഒരുപാട് ലക്ഷം രൂപേന്റെ കടം അവരവിടെ ഉണ്ടാക്കി വെച്ചു. ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഒരാൾ ഉദയം ചെയ്യുന്നു. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജസ്ഥാനിൽ നിന്നുള്ള ഒരു കാമുകൻ അല്ലെങ്കിൽ ബെസ്റ്റി എന്നൊക്കെ പറയാം, ഫ്രം രാജസ്ഥാൻ. പേര് ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഇതിനെ തുടർന്ന് എനിക്ക് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ പേര് ഞാൻ വെളിപ്പെടുത്താനും തയ്യാറാണ്. അങ്ങനെ നമ്മുടെ പുതിയ കാമുകൻ, രാജസ്ഥാനിൽ നിന്നുള്ള പുതിയ കാമുകൻ വന്നിട്ട് ഇവരെ രക്ഷിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടേഴ്സ് കൊടുത്തിട്ടുള്ള കേസൊക്കെ പൈസ കൊടുത്ത് ഒതുക്കി തീർത്തു. അതുപോലെ 3.5 ലക്ഷം കട ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതും ഒതുക്കി തീർത്തു. പക്ഷെ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിൽ മാത്രമല്ല, ഇവർ തമിഴ്നാട്ടിലുള്ള സേലത്തും കൂടി ഒരു ബിസിനസ് നടത്തി പറ്റിക്കുകയോ എന്തോ ചെയ്തിട്ട് അവിടെ 10 ലക്ഷം രൂപേന്റെ ഒരു കട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കടവും കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇവർ അവിടെ പോയിട്ട് എത്രയോ ദിവസങ്ങൾ സ്റ്റേ ചെയ്തിട്ട് ആ കേസും ഇവർ ഒതുക്കി തീർക്കുകയുണ്ടായി. അതിനും ഫണ്ട് കൊടുത്തത് ആരാ, നമ്മുടെ കാമുകൻ ഫ്രം രാജസ്ഥാനാണ്. അപ്പൊ അതിനുശേഷം ഇവര് പുതിയതായിട്ട് നമ്മുടെ കേരളത്തിലോട്ട് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു. കേരളത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്, നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് സ്ഥലം എന്ന്. അവിടെ പുതിയൊരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്തു. അതിനും ഫണ്ട് കൊടുക്കുന്ന ആരാണ്, നമ്മുടെ കാമുകൻ ഫ്രം രാജസ്ഥാനാണ് അതിനും ഫണ്ട് ഇറക്കുന്നത്. അപ്പൊ അതെന്തായിത്തീരും നമുക്ക് വഴിയെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി ആ ലേഡീനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്താണ് ആ സ്ഥാപനത്തിന്റെ വരാൻ പോകുന്ന ഗതി എന്താ നമുക്ക് കണ്ടറിയാം. ഇനി നമ്മുടെ സൗമ്യക്കുട്ടിയോട് വരികയാണെങ്കിൽ, സൗമ്യക്കുട്ടിക്ക് പിന്നെ എന്ത് സംഭവിച്ചു, അവളുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ കാലത്തേക്ക് അവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം അവളുടെ ഇൻസ്റ്റഗ്രാമിലേക്ക്, അവളുടെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് ഈ VRSന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഒരു ഓട്ടോമാറ്റിക് മെസ്സേജ് പോയി. ഓട്ടോമാറ്റിക് മെസ്സേജ് പോലെ തോന്നിപ്പിക്കുന്ന, എന്നാൽ അങ്ങനെ ടൈപ്പ് ചെയ്തിടാനും പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ സ്ക്രീനിലൊന്ന് കാണിക്കാം. ഹായ്, ഹൗ കാൻ ഐ ഹെൽപ്പ് യു എന്ന് വെച്ചിട്ടുള്ള ഒരു മെസ്സേജ്. അത് ഓട്ടോമാറ്റിക് ആയിട്ടും വരാം. അതുപോലെ തന്നെ അത് ആരാണോ ആ പേജ് കൈകാര്യം ചെയ്യുന്നത് അവർക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അതുപോലെ മെസ്സേജ് ഇടാം, അല്ലേ? അങ്ങനെ ഒരു മെസ്സേജ് വന്നു. പിന്നെ അതേ തുടർന്ന് എന്ത് സംഭവിച്ചു നിങ്ങൾക്ക് അറിയണ്ടേ, അത് ഞാൻ പാർട്ട് 6ൽ ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവരെ പറ്റിച്ചു ഇവരെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള കെട്ടുകഥകളാണ്, എൻ്റെ സ്ക്രിപ്റ്റാണ്, ഞാൻ എഴുതിയ സ്ക്രിപ്റ്റാണെന്നൊക്കെ ചില ആൾക്കാർ വന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ VRSന് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഞാൻ കള്ളത്തിനും പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ ജീവിക്കില്ല കള്ളം പറഞ്ഞ. എന്റെ തല പോകേണ്ടി വന്നാലും ഞാൻ കള്ളം പറയില്ല. അപ്പൊ കേട്ടല്ലോ അല്ലേ, അപ്പൊ പുള്ളിക്കാരി സത്യം മാത്രമേ പറയുള്ളൂ. ഞാൻ സത്യം പറയാത്തൊരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഞാൻ മരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ആ സത്യങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം. അത് മൊത്തം എടുത്ത് പുറത്തിടണം. മൊത്തം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അത് മൊത്തം എടുത്ത് പുറത്തിടണം കേട്ടോ. എന്തൊക്കെയാണോ, അതിപ്പം വാറണ്ട് സഹിതം വന്നിട്ടുണ്ടെങ്കിൽ അതും, പിന്നെ വെല്ലവന്റെയും കൂടെ ഞാൻ കിടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതും, ഞാൻ വെല്ലവന്റെയും കൂടെ കിടന്ന് വെല്ലതും ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടെങ്കിൽ അതും, എന്തൊക്കെ നിന്നെ കൊണ്ട് ഇടാൻ പറ്റുമോ അതെല്ലാം നീ എടുത്ത് പുറത്തിടണം. നിന്നെ കൊണ്ട് ഞാൻ പുറത്തിടിയിപ്പിക്കും, നീ അത് പുറത്തിട്ട് കാണിച്ചതാ. എന്തായാലും നീ ഇത്രയും ചൊറിഞ്ഞ് കയറിയില്ലേ, നിനക്ക് ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. നിനക്ക് എന്നെ അറിയാമോ, ഞാൻ നിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ, ഞാനും തമ്മിൽ എന്താ ബന്ധം? അപ്പൊ നീ വരുത്തി വെച്ചതല്ലേ, അപ്പൊ നീ അനുഭവിക്കണം. അപ്പൊ നീ ഇത് മുഴുവൻ എടുത്ത് പുറത്തിടണം. ഇതിൽ കൂടുതൽ ഒന്നും പുറത്തിടാനായിട്ട് ഒന്നും ഇല്ല. പിന്നെ ഞാൻ എറണാകുളം മാർക്കറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പറ്റിച്ചിട്ടാണ് സൂറത്തിൽ വന്നിരിക്കുന്നത്.
കേട്ടോ. കോടികൾ, 1 കോടിയല്ല, ഒരു 3-4-5 കോടി പറ്റിച്ചിട്ടുണ്ട്. ഇനി സൂറത്ത് മാർക്കറ്റിലും ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് ഏജന്റുമാരെ പറ്റിച്ചിട്ടുണ്ട്. അവരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും വെല്ലവന്റെയും കൂടെ കിടന്നുമാണ് ഇവിടെ വരെ എത്തിയത്. ഇനിയും അങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതിൽ കൂടുതൽ നിനക്കൊന്നും എടുത്തിടാനായിട്ടില്ലല്ലോ, എടുത്തിടാം. അപ്പൊ എല്ലാവരും കേട്ടില്ലേ? സത്യങ്ങളൊക്കെ എല്ലാവർക്കും കേട്ട് ബോധ്യമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ മനസ്സിലായി ഇതൊന്നും എന്റെ സ്ക്രിപ്റ്റ് അല്ല, ഇതൊക്കെ നടന്നിട്ടുള്ള യഥാർത്ഥ സംഭവങ്ങളാണ്. ഹേ, അപ്പൊ സൗമ്യക്കുട്ടിക്ക് ഇനി എന്ത് സംഭവിച്ചു, സൗമ്യയുടെ ലൈഫിലോട്ട് ഇവരെങ്ങനെയാണ് ഇനി കയറി വന്ന് ഇടപെടാൻ പോകുന്നത് നമുക്ക് പാർട്ട് 6 കാണാം. അതുവരേക്കും ബൈ.